Hello guys, welcome back to my channel. Yet again, here I am, Abibi with another set of moments. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നമ്മൾ ആദ്യത്തെ കുറച്ച് വീഡിയോകൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതാണ് ഞാൻ ആദ്യം ഇൻട്രോയിൽ ആദ്യത്തെ വീഡിയോകൾ ഞാൻ പറഞ്ഞത് എൻ്റെ POV moments, POV ഷോട്ട്സ്, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് 2-3 വ്ളോഗുകളാണ്, ഓൾസോ ഫോർ സം സ്പെഷ്യൽ മൊമെൻറ്റ്സ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐ എം സ്റ്റാർട്ടിങ് എ സീരീസ്. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം there are so many places that I've been to around New York, Long Island. അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് വണ്ടിയെടുത്ത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വണ്ടിയെടുത്ത് ഞാനിങ്ങനെ 2-3 മണിക്കൂർ ഓടിച്ച് പോയി ചുമ്മാ പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനത്തെ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഞാൻ കുറേ പോയ സ്പോട്ടുകളുണ്ട്, ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോകൾ, എത്ര വീഡിയോ ഉണ്ടാകുമെന്നുള്ള അറിയത്തില്ല, ചിലപ്പോൾ 5 ആകാം 10 ആകാം. ഇപ്പം മനസ്സിൽ 10 എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളൊരു ഐഡിയയിൽ നിന്നെന്ന് വെച്ചാൽ അങ്ങനെ ആ സ്പോട്ടുകളിൽ പോവുക, ഞാൻ ഫോട്ടോ എടുക്കുന്നതും അതെല്ലാം എൻ്റേതായ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടെ നിങ്ങളെ കാണിക്കുക, നിങ്ങൾക്ക് ആ പോകുന്ന ലൊക്കേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്കപ്പോൾ ഇവിടുന്ന് ഇപ്പം ട്രാവൽ ചെയ്യാൻ പോകുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുത്ത് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഐഡിയകളായില്ലേ. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ, കുറച്ച് വീഡിയോകൾ അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓൾറെഡി കുറച്ച് പേര് പോയിട്ടുള്ളതായിരിക്കും. നമുക്ക് ഇനി അവിടെ പോയിട്ടില്ലാത്തവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നൗ ലെറ്റ്സ് ഗോ. ആക്ച്വലി ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നടുക്കൊക്കെ ഫ്രോസൺ ആയിട്ടാണ് കിടക്കുന്നത്. ഐ തിങ്ക് ജസ്റ്റ് ദ ടോപ്പ് പാർട്ട്. യാ, നല്ല രസമുണ്ട്, പക്ഷേ ദ വീഡിയോ ഈസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ്. സേ ഹായ് ടു നമ്മുടെ ഡെഡ് ബോൾ ചേട്ടൻ. അയ്യോ, എപ്പോഴും എനിക്ക് പൂൾച്ചേട്ടൻ ഇങ്ങനെ എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ കൂട്ടിനുള്ളത് പൂൾച്ചേട്ടനാണ്. പുള്ളി ഇങ്ങനെ തലയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒഴി ചടന്ന് അങ്ങനെ ഇങ്ങനെ ഹലോ ഗൈസ്, വെൽക്കം ടു അബീബി മോമെന്റ്സ്. അപ്പോൾ നമ്മളൊരു പുതിയ സ്പോട്ടാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ പല സ്പോട്ടുകളിൽ ഐ എം ടേക്കിംഗ് യു ഗൈസ് ടു ഡിഫറെൻറ്റ് സ്പോട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ഒരു സ്പോട്ടിലാണ്. ഇവിടെ ആക്ച്വലി ഞാൻ നേരത്തെ 2-3 വട്ടമായിട്ട് വന്നിട്ടുള്ള സ്പോട്ടാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ്. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ഒരു ഒഫീഷ്യൽ മോഡൽ കൂടെ ഉണ്ട്. പിന്നെ മോഡൽ കം ക്യാമറമാൻ കം ഓൾ ഇൻ ഓൾ. അല്ലേ, അതെ, അതെ ക്യാമറമാൻ മോഡൽ കം ചുമട്ട്. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുമേ പറഞ്ഞ പോലെ ഞാൻ പല സമയത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആദ്യത്തെ സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ആക്ച്വലി മൈക്ക് വെച്ചിട്ടില്ല. 2 മൈക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം മൈക്ക് സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ മൈക്ക് ഇല്ലാതെ അപ്പം നമ്മളെ ക്യാമറമാൻ്റെ സംസാരവും കേൾക്കാം അതിനുവേണ്ടി. അപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യത്തെ സ്പോട്ട്. എവരിബഡി റെഡി? 3, 2 എല്ലാവരും കൗണ്ട് ചെയ്യൂ. 3, 2, 1. ഇതാണ് നമ്മുടെ റോക്ക്ലൻ കൗണ്ടിലുള്ള ക്രോട്ടൺ ഗോർജ് പാർക്ക്. ഇതൊരു ഡാമാണ്. പല സമയത്തായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നൊരു ഗ്രാജുവേഷൻ്റെ മാതിരി ഫോട്ടോ എടുക്കാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തേത് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. പ്രത്യേകിച്ച് തണുപ്പും മഞ്ഞും എല്ലാം ആയിട്ട് വീണ് ഇറ്റ്സ് വെരി നൈസ്. ഇറ്റ് ലുക്സ് കാരണം മൊത്തത്തിൽ മഞ്ഞ് വീണ് മറ്റേ വൈബായിട്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങ് ആരും ഇല്ല, അതാണ് ഏറ്റവും വലിയ. ആൾക്കാരുണ്ട് കുറച്ച്, യൂഷ്വലുള്ള തിരക്ക് അതിൻ്റെ അത്രയും ആൾക്കാരില്ല. വെരി നൈസ്. ആക്ച്വലി ലോങ് ഐലൻഡിലുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും ഇത്. എന്റെ സ്ക്രിപ്റ്റ് റെഡി അല്ലായിരുന്നു, ഇത്ര എനിക്ക് അറിയാം. സ്ക്രിപ്റ്റ് റെഡി അല്ലായിരുന്നു ഗൈസ്. So let's so the whole idea of coming here is just to show you guys this place, and on top of that I'm gonna be taking some nice photos, winter photos. So we have the model already right here. അതെ, ഇന്ന് ആക്ച്വലി ഇച്ചിരി നല്ല വെതറായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം കാറ്റ് മഞ്ഞും എല്ലാം കൂടെ നല്ല തണുപ്പുണ്ട്. ഒക്കെയാണെന്ന് or 50s ഹൈ സെറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ
അടുത്തായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. Yeah, it's pretty cold. But let's go take some photos. That's the whole idea of this page. It's to show you guys, my point of view of taking photos, as you guys already seen in the intro video. So let's do that, right? Instead of showing you some vlogs and stuff, let's show you guys. Yes. Let's hear me talking. Let's see me Her taking in photos of her. action. Wait, what? Oh yeah. Let's see her in action. നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. ഇതിലൂടെ വെള്ളം ഉണ്ടായിരിക്കും ഓബിയസ്ലി സമ്മർ സമയത്ത്. ഇതിലൂടെ നല്ല ഭംഗിയാണ് കാണുന്നത്. ലൈക്ക് ഇതിൽ കൂടെ ഒക്കെ ഇപ്പം ഇതൊക്കെ ഫ്രോസൺ ആയിട്ടിരിക്കും ആക്ച്വലി. ഇറ്റ്സ് എ വെരി നൈസ് ഏരിയ. ഞങ്ങൾ കറക്റ്റ് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെയുള്ള 2 ഇണക്കിടുകൾ എണീറ്റ് പോയി. സോ ഞങ്ങൾക്ക് സ്പോട്ട് റെഡിയായി. ഇനിയിപ്പോൾ സെറ്റിംഗ് അപ്പ്. യെസ്. അപ്പം അവിടെ നിന്ന് ഇപ്പം തൊപ്പിയൊക്കെ എടുത്ത് ചെന്നതാണ്. ഇപ്പം കാറ്റുണ്ട്, നിന്ന് കഴിഞ്ഞാൽ പനി പിടിക്കും. ഞാൻ അപ്പം നമ്മളിപ്പം ക്യാമറയുടെ സാധനം ക്യാമറ ബാഗ് എല്ലാം കൊണ്ടൊക്കെ വന്നേക്കുന്നത് മൊത്തം അതിപ്പം സെറ്റപ്പ് ചെയ്യാം. ആക്ച്വലി ഞാൻ let me show you guys. So this is my whole camera gear. I got 3 lenses. I got ഇത് മറ്റേ ബോഡി മൗണ്ട് ക്യാമറ ലെൻസ്. ഇത് മറ്റേ ഈ DJ ആക്ഷൻ ക്യാമറ വിധ ചെയ്യാനുള്ള ചെസ് മൗണ്ടിൻ്റെ സാധനം. ഈ ഫ്ലാഷിൻ്റെ transmitter, got batteries here. So this is the one that I was talking about the other day. This is Canon R6, and we have on that the 35mm lens. Actually, that's not my favorite lens. My favorite lens is this bad boy right here, which is the 85mm, which is insane for portraits. I always love taking, if it's like a portrait that I'm doing like a shoot, like an outdoor shoot, I always take photos in that 85mm, which is like, I love that lens so much. And 35mm is obviously good. It's more wide angle, so that comes in play during like group photos and stuff like that, or events. That comes in really handy. But at the same time, it is really good for portraits. When I'm doing like close-ups and stuff like that, I can't do it with the 85 because I had to stand like 10-15 feet back to capture the person. You will see in that point of view shot that I'm taking later. She's on the side taking a video of me doing this. But yes, so let's set it up. Give me like a minute or two. Let's set it up and let's take some photos. We don't have much time to spend here. So let's set it up. Let's go. This is actually like an ND filter. This is good. So this is actually variable. This is called an ND filter, variable ND filter. What it does is like during like sunny days, you could actually put it on the lens and you could adjust the light coming into the lens itself. That's the whole idea of this thing. And sometimes when it's like a really good day, sometimes it will interfere with, cause images to look different. But in this case, I'm taking it off because we don't need it. It's not that sunny, so I'm taking it off. Alright, started. So I'm actually watching it through my phone as well, just making sure the camera is good. Have it mounted on my chest. The chest mounted right here. Hi. Say hi. അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല, സോ അതുകൊണ്ട് അവിടെ ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തത്തിൽ ടേക്കിംഗ് സം ഫോട്ടോസ്. Alright, so this is what I was talking about. So you can actually see, so that's the 85mm. I'm actually kind of like this far. So this is all you guys are seeing right now. I don't know if you guys can, yeah, you guys can see. So I'm kind of like that far away from her. If I need to get like a full picture of her, I need to go far. And it's like, I'm like knee deep, or not knee deep, like ankle deep in snow right now. I'll take some photos. ഞാൻ ഇത്ര നേരം ഇംഗ്ലീഷിൽ കുറേ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയിപ്പം ഇവിടെ ഈ ഒരു എൻ്റെ കാലിൻ്റെ മൊത്തം മഞ്ഞിൽ മുങ്ങിയാണ് നിൽക്കുന്നത്. നമ്മളുടെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം. നല്ലൊരു ചിരിച്ചേ.
ഇത് പോസ്റ്റ് വരുമോ എന്നുള്ള അറിയത്തില്ല കേട്ടോ. ഇറ്റ്സ് ലൈക്ക് സ്നോ ആയിക്കഴിഞ്ഞാലത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് അവളെന്നോട് ചോദിക്കുന്നുണ്ട്, എന്നോടാണ് മിണ്ടുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അവൾക്കൊന്നും കേൾക്കത്തില്ല, ആ ചെവിയിൽ ആ സാധനം വെച്ചിട്ടുള്ളതുകൊണ്ട്. ഇങ്ങനെ അരുണിഫിക്കേഴ്സ് ക്യാൻ സി നല്ലൊരു ചിരി പറഞ്ഞിട്ട് നമുക്ക് കാണാമെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങൾ എന്താ കാണുമെന്നുള്ളത് എനിക്കറിയത്തില്ല. നല്ലൊരു ചിരി ചിരിച്ചേ. ഇനിയും ചിരിച്ചോ? ഇനിയും ചരിഞ്ഞൊക്കെ ഉണ്ടോ? ഇനി ഇപ്പുറത്തോട്ട് ചരിഞ്ഞാ ആറ്റിറ്റ്യൂഡ്. മഞ്ഞായതുകൊണ്ട് ഈ മൊത്തം ഇങ്ങനെ ഫോട്ടോയിൽ വരുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ റെഡിയാക്കാം. പോസ് ചെയ്യാൻ അറിയാം കേട്ടോ. ചടപടെ പോസുകൾ വരുന്നുണ്ട്. ഇനി ഒരു ക്ലോസപ്പ് ഒരു 2 എടുക്കാം. അതെ, ഇച്ചിരി പുറത്തോട്ട് ക്ലോസപ്പ്. നല്ല ചിരി. അത് കൊള്ളായിരുന്നു കേട്ടോ. ദാറ്റ് വാസ് എ നൈസ്. എന്നിട്ട് ലൈക്ക് ഹിപ്പിൽ കൈ കൊടുത്ത് അതാവാൻ ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്ത് നിന്നോ. ഒരു ആറ്റിറ്റ്യൂഡ് പറയട്ടെ. അവൾക്ക് ആറ്റിറ്റ്യൂഡ് വരില്ല എന്ന്. പിന്നല്ല. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് വല്ല മാഗസീനിൽ മോഡലായിട്ട് വിളിക്കും. ഇനിയും വേണേ അവിടെ ഇരുന്നോ. സിരോൻ ദാറ്റ് ഒന്നിക്കര് അങ്ങനെ ഇരിക്കണ്ട. താഴെ ഇവിടെ താഴെ ഇരുന്നു. മഞ്ഞ് വാരി എറിയുന്നു. നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ കാലിവിടെ മൊത്തം മഞ്ഞിനകത്ത് ഇങ്ങനെ മൂടിക്കുത്തിയാണ് ഇരിക്കുന്നത്. എന്താ ഒരു ചിരി. അതെന്തായിരുന്നത്? ആക്ടിങ്. നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് സത്യം പറയല്ലേ. കുറച്ച് പറഞ്ഞല്ലേ, നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേല. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? This is from അവിടെ, this is from ഇവിടുന്ന്, this is from എവിടുന്നൊക്കെയോ എനിക്ക് ഒന്ന് പറഞ്ഞിട്ട് നോക്കിയേ. That's such a nice photo. കാണാൻ പറ്റുമോ? ജാക്കറ്റ് ഊരിട്ടുണ്ട്, ചെവിയിലെ സാധനം ഊരിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നതന്നെ കേൾക്കും. ഷീ വിൽ ഹിയർ വാട്ട് ഐ ആം സെയിങ്. വലിയ ബൂട്ട്സൊക്കെ ഇട്ടുണ്ടെന്നൊക്കെ. ഞാൻ മാത്രം ഇങ്ങനെ ഡ്രസ്സ് എല്ലാം ഓക്കെ, ഡബിൾ ഓക്കെ. സ്ഥിരം പോസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പുറലോട്ട് ഓടിക്കോട്ടെ. ഇവിടെ എല്ലാം ഈ ചവിട്ടി കുഴിച്ചേക്കുന്നത് ഞാനാ. സത്യം പറയാലോ, ഈ ഡ്രസ് കോമ്പിനേഷൻ കുറച്ചുമ്പോൾ ജാക്കറ്റ് ഇട്ടപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. വെറൈറ്റി ഇൻ എ സെൻസ് ബ്ലെൻഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം വെള്ളയും ബ്ലാക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതും എല്ലാം ആയിട്ടെങ്കിലും ബ്ലെൻഡ് ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഒരു സുഖമൊക്കെ ഉണ്ട് ജാക്കറ്റ് ഇവിടെ ഇങ്ങനെ പുറത്ത് വയ്ക്കാനായിട്ട്. 2 മിനിറ്റേക്കാണ് കാണത്തുള്ളൂ. കുറച്ച് ആൾക്കാർ വിചാരിക്കും ദൈവമേ. ഇപ്പം ഒരു മിനിറ്റ് കൊടുക്കൂ, തണുത്ത് മരയിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങും. അതിട്ടപ്പോഴും ഉണ്ടായിരുന്നു തണുപ്പ്. പക്ഷേ എൻ്റെ കൈ അന്ന് പറഞ്ഞ പോലെ എൻ്റെ കൈ ചുമന്ന് തണുത്ത് കൈ മൊത്തം ചുമന്ന് ക്യാമറ പിടിച്ച് നിൽക്കുമായതുകൊണ്ട് നല്ല സുഖമായിട്ടുണ്ട്. ഫോട്ടോ ഇത് പോരെ? അറിയൊക്കെ ഫോട്ടോ ഒക്കെ അല്ലേ? എന്നാ കണ്ടോ കാണ്. എൻ്റെ ലൈവ് എക്സ്പ്രഷൻ ലൈവ് എക്സ്പ്രഷൻ തരാട്ടോ. അല്ല നല്ലതാട്ടോ. ഈ ആദ്യത്തെ ഫോട്ടോ, ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ജാക്കറ്റ് ഊരിയപ്പോൾ ആക്ച്വലി ഇത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ആക്ച്വലി ആ വെളുത്ത ലൈക്ക് ടോപ്പ് ആയോണ്ട് പക്ഷെ the white top മറ്റേ മോളോട്ട് it actually blends in pretty well. It doesn't blend in completely, പക്ഷെ ആക്ച്വലി ഭംഗിയുണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരായോണ്ട് പറയുമല്ല, ഇനിയും അത് കുറയാൻ എനിക്ക് ജാക്കറ്റ് ഉള്ളതിലും മറ്റേത് ഇഷ്ടപ്പെട്ടു. Can I get more of these? ഇനിയും വേണോ? Yeah, maybe a couple more. ഇനി എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാണ് ഉദ്ദേശം. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ആക്ച്വലി ഇറ്റ്സ് ഫ്രം സ്മോൾ റിഗ്. I got it from Amazon. ഇതാപ്പം നമുക്ക് ഇപ്പോൾ ആ ചെസ്റ്റ് മൗണ്ട് ഇത്ര നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗെറ്റ് മോർ ഫോട്ടോസ് ഓഫ് ഹർ not wearing jacket. She liked the ones ജാക്കറ്റ് ഇല്ലാണ്ട് എടുത്താണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഈ മഞ്ഞത്തൂടെ നടന്ന് എൻ്റെ ഷൂവും ഡ്രസ്സും എല്ലാം ഇന്ന് അലമ്പാകും. അയ്യോ,
Hey, എന്താ ചിരി. Actually, I like that pose. That's a good pose. Give me a good smile. That's nice. പുറകിൽ ഒന്ന് അങ്ങനെ കൈ വെച്ച് ചെയ്യാതെ just like that. ഓക്കെ, ആക്ച്വലി യൂഷ്വൽ പോസസുകൾ വരുന്നുണ്ട്. അയ്യോ പൂക്കി വേണ്ട. Don't cover your face. That's. Let me change angle. Hey, അയ്യോ. ആക്ച്വലി ഇത് പിന്നെയും കൊള്ളാം. നൈസ് സ്മൈൽ. ഒരേപോലത്തെ ഫോട്ടോകളാണ് കുറേ എടുക്കുന്നത്. ബട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഏതാ നല്ലത്. ചരിഞ്ഞ് നിന്ന് ഒരു പോക്കറ്റ് കൈട്ട് ദൂത കാൽ അങ്ങനെ നിന്നോ. ദൂതക്കാൽ, ഐ സെഡ് ദൂതക്കാൽ. ആ പോസൊന്ന് ഉദ്ദേശിച്ചത്. ഓ, ദാറ്റ് ഈസ് നൈസ്. സെയിം പോസ് ഒരെണ്ണം കൂടെ. സെയിം പോസ്. സൈഡിൽ നോ ഡ്രോൺ സോൺ. അത് മായ്ച്ച് കളയണം. ഫോട്ടോയിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മായ്ച്ച് കളയാം. So അവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. Can I flip it? No. Okay. So സോറി, ഇവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇത് കാണാത്തവർക്ക് ഇത് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. സോ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുത്തെ വെള്ളമൊന്നും ഫ്രോസൺ ആയിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആക്ച്വലി ഒരുപാട് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് ആക്ച്വലി ഇതിൻ്റെ താഴോട്ടാണ് വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ താഴെ ഇവിടെ ഒരു വഴിയുണ്ട്. പക്ഷേ ഇതിപ്പോൾ മൊത്തം മഞ്ഞ് വീണ് കിടക്കേണ്ട എല്ലാം അലമ്പാണ്. ഇവിടെ ആൾക്കാരതിനോടൊക്കെ ചാടി പോയിട്ടുണ്ട്. എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയാമല്ല. ഒരാൾക്കാർ ചവിട്ടിപ്പോയില്ല. അതിൻ്റെ അത് അവിടെ കൈപ്പിടി കണ്ട. ഈശ്വരാ. അപ്പോൾ അതുവഴി അങ്ങോട്ട് താഴോട്ട് പോകാം. എങ്ങടാ പോണേ? അങ്ങോട്ട് അതിൽ ഈ മഞ്ഞും പിടിച്ച് പോക്ക് നടക്കൂല. പോരട്ടെ. താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് പ്രിറ്റി. ഐ തിങ്ക് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമല്ലേ? ഞാൻ വെള്ളത്തിന്റെ മുകളിൽ, പക്ഷെ കല്ലുണ്ട് ഇങ്ങനെ അവിടെ നല്ല രസമാണ്. മോസ്റ്റ് ഓഫ് യു ഗൈസ് ഓൾറെഡി നോ, ലൈക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം ഈ സ്ഥലം. ഞാൻ ഇവിടെ ഒരുപാട് വന്നിട്ടില്ല. ലൈക്ക് ഒന്നോ രണ്ടോ തവണ. പിന്നെ നൈസ്, സമ്മറിൽ വരാൻ നൈസായി. ഇപ്പം അത്ര നൈസല്ല. പറ്റുന്നവർക്ക് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് ഒരു മിന്നായം പോലെ കാണാം. പിള്ളേരെ കൊണ്ട് സ്ലെഡ് കൊണ്ട് മറ്റേ മുകളിൽ നിന്ന് തെന്നി വരുന്നത് ഇവിടെ ഉള്ള സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. Bye. Bye. Model says bye. ഒരു വണ്ടി വരുന്നുണ്ട്. Actually, it's really nice. Yeah, that's the place that we were talking about. ഇപ്പോൾ കാണാം. താഴത്തോട്ട് ഇവിടെ താഴെ ആ കല്ലുകൾ ഇരിക്കുന്നിടത്ത് you guys can go down there. അവിടെ ആക്ച്വലി പോയി നടന്ന് കല്ലിൻ്റെ മണ്ടിൽ നിന്ന് ബെർജിൻ്റെ അടിയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ലതാണ്. It's very nice. Yeah, and this is the drive here. ഇങ്ങോട്ട്. So നമുക്ക് മുകളിലോട്ട് പോകാം guys. അതെ, ഇതെങ്ങനെ ഇവിടെ സർവീസ് ഇല്ലാന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് തിരിയുന്നതെന്നുള്ളത് ഇവിടെ ആക്ച്വലി യൂഷ്വലി there is an entrance fee. I think it's probably because it's winter.
It's like there's closed down obviously, which is good. പക്ഷെ കാറിനൊക്കെ $5, not too bad. Actually, Park it's pass $10. yeah. So this is the entrance, which I forgot to shoot. ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ guys? പറയൂ. Yeah. Okay, we're going left. നോക്കാം അവിടെ എത്തുന്നു. But it's actually ഇങ്ങനെ നമ്മൾ ഈ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ driving by the side of the road. By the side of the river, not the road. I was like, huh? I apologize. But yeah. So അപ്പോൾ അപ്പുറത്താണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ മൊത്തം ഈ നല്ല തണുത്ത നല്ല ഇതെല്ലാം ഇരിക്കും. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഇതിൻ്റെ മണ്ടയ്ക്കാൻ ആക്ച്വലി നല്ല ഫ്രോസൺ ആയിട്ട് ഇത് ഇരിപ്പുണ്ട്. There is like sleet or sheet of ice on top of the river. So almost everything's like frozen. It's only like yesterday and today that the weather got kind of better. Today was actually really nice weather. In the boat it's like 45-50 degrees compared to 19 or 10 or negative. So it's pretty nice. I'm trying to get service back, but I don't know. മാപ്പ് കിട്ടിയില്ല എന്നാലും നമ്മൾ എങ്ങോട്ടല്ല എല്ലാവരും ഐഡിയ വെച്ച് അങ്ങ് ഓടിച്ചങ്ങ് പോവാണ്. We're pretty much done here. My legs are cold, frozen. My hands are kind of hurting right now because I'm in the car. It's heat and since it's been cold. കൈയെല്ലാം നല്ല വേദന എടുത്തിരിക്കുകയാണ്. So see ya. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അന്ന് ആ ക്രോട്ടൺ ഗോർജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു എൻഡിങ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ സീരീസിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഞാൻ ഓരോ സ്ഥലങ്ങൾ സമയം കണ്ടെത്തി ഓരോ സ്ഥലങ്ങളിൽ പോയി ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കണ്ടുപിടിക്കാം. എല്ലാവരും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടക്കുകയാണ് അവരവരുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ സമയം. ഈ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ അടുത്തൊരു വീക്കെൻഡ് ഉടൻ തന്നെ ഒരു സമയം കണ്ടെത്തുക, വണ്ടി എടുക്കുക, ഒരു പോക്ക് പോവുക. നിങ്ങളുടെ കൂട്ടുകാരോടോ ഫാമിലിയോടോ എല്ലാവരും കൂടെ ആരെയും കൂട്ടുപിടിച്ച് നിങ്ങളങ്ങ് പോവുക. ന്യൂയോർക്കിലാകുമ്പം എല്ലാവരും ജോലിയും തിരക്കും ഓരോ കാര്യങ്ങളുടെ പുറകെ എപ്പോഴും ഓട്ടമാണ്. അപ്പം ഈ ഒരു സമയം ഇപ്പം തൊട്ടടുത്തുള്ളൊരു പാർക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും റിലാക്സ് ചെയ്യാനുള്ളൊരു സമയമായിട്ട് ഈ ഒരു വീഡിയോ ഒരു മോട്ടിവേഷനായിട്ട് കരുതി അങ്ങനെ അങ്ങ് ഇറങ്ങുക. ആ ഒരു മെസ്സേജ് കൂടെ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആസ് ഓൾവേസ്, thank you for supporting. Thank you for watching. This is your boy Abibi signing off. I'll see you guys in the next one.